മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഓട്സ് കൊണ്ടൊരു പുലാവാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീൽ കട്ട് ഓട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയെ ഞാൻ എടുത്തിട്ടുള്ളേ. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് 1 സ്പൂൺ സാമ്പാർ പരിപ്പ് അതിട്ട് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സ്പൂണിൽ തന്നെ ഒരു 3/4 സ്പൂണ് ചെറുപയറുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റീൽ കട്ട് ഓട്സ് ഇത്തിരി വേവുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അത്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുക്കറിനകത്തോട്ട് എടുത്ത് ഇട്ട് കൊടുത്ത് പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ട. നമ്മൾ ഈ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അത്രയും വെള്ളം തന്നെ മതി. എന്നിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും അത് വെന്ത് വരട്ടെ. നമുക്ക് അതിനാവശ്യമായ സാധനം എടുക്കാം. ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി മുഴുവനെ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാതെ സവാളയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ ഓട്സ് വേവിക്കാൻ വയ്ക്കാൻ സമയത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിനാവശ്യമായ പൊടികളെടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ മറ്റേ കറി മസാല ഉണ്ടല്ലോ, അതായാലും മതി. ഞാൻ ചിക്കൻ മസാല ഉള്ളത് കൊണ്ട് അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് ഇതിന്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും കൂടി അങ്ങിട്ട് കൊടുക്കാവേ. അതൊരുപാട് വെന്തുടയണ്ട. തക്കാളിയൊന്നും നല്ലപോലെ വെന്തുടയണ്ട. അതായത് നമുക്ക് കഴിക്കാൻ സമയത്ത് അതിനൊന്ന് കടിക്കാൻ കിട്ടണം. ഒരുപാട് കുഴഞ്ഞു പോയാൽ അത് ശരിയാകത്തില്ല. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ഇതിനകത്തോട്ട് തട്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാവേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.